കെ ഗോപൻ, എനിക്കറിയാം അങ്ങേക്ക് സമയം കുറച്ചേ കിട്ടിയുള്ളൂ, മറ്റതിഥികളിലേക്ക് കൂടി പോയി വന്നതുകൊണ്ടാണ്. ഞാൻ അങ്ങേക്ക് അധിക സമയം ഇപ്പോൾ നൽകാം. 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകണം. ഒന്ന്, ഇപ്പോൾ രാജു പി നായർ ചോദിച്ച ചോദ്യം, ഹൈക്കോടതിയെ അഭിഭാഷക കമ്മീഷൻ അറിയിച്ചൊരു വിഷയത്തിൽ വീണ്ടും ആ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? 2, കോൺഗ്രസിലും നിങ്ങളുടെ അതേ ശബ്ദമാണ്. ഇ ഡി വന്നിരിക്കുന്നതും ഇ ഡി കയറാതിരിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് തള്ളിക്കളയില്ല. അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഡോക്ടർ പി കെ ഗോപൻ. അല്ലാതെ രണ്ടാമത് ശ്രീ രാജു പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വീട്ടിൽ ഇ ഡി കയറുമ്പോഴുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 4-5 എം പിമാരെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ 4-5 MLA വിൽക്കും. അതൊക്കെ അവരുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യത്തിൽ ഹൈക്കോടതി കമ്മീഷൻ എന്ന് ഇടപെടുകയാണെന്ന് കരുതല്. പക്ഷെ അങ്ങ് പറഞ്ഞതിനകത്തൊരു എനിക്ക് സമയം തരാഞ്ഞിട്ട് പോലും പക്ഷെ അങ്ങ് പറഞ്ഞത് ഇത് അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അവസാനം വന്ന കേസിൽ പോലും കോടതിയിൽ പോയിട്ടാണ് ഇ ഡിയെ പരാജയപ്പെടുത്തിയത്. സെറ്റിൽമെന്റ് ചെയ്തല്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിലടക്കം ഇപ്പോൾ ഹൈക്കോടതി പോയിട്ട് ഡോക്ടർ തോമസ് ഐസക് ഇ ഡിയെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ്? അതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തോമസ് ഐസക്കിനെ വിളിക്കുന്നതിന്റെ കാരണം പറയാൻ പറഞ്ഞു ഇ.ഡിയോട്. അതെ അപ്പൊ പിന്നെ വർത്തമാനം പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പറയണം. നമുക്ക് ഫ്ലോർ കിട്ടുമ്പോൾ എന്ത് വിളിച്ച് പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് RSSുമായിട്ട് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ വേണ്ടി കനകോലും ഉണ്ടാക്കി കൊടുത്ത സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം എവിടെ എടുത്ത് പ്രയോഗിക്കരുത്, ആവശ്യത്തിന് എടുത്ത് പ്രയോഗിക്കാവൂ. ഇവിടെ ഹൈക്കോടതി കമ്മീഷന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്ത്രിയുടെ അരിജ്ഞ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. തന്ത്രിയുടെ അരിജ്ഞ ഉണ്ടാക്കിയത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ അനധികൃതമായിട്ട് അരിജ്ഞ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെതലെടുത്തു എന്ന് കഥയുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, കേരളത്തിൽ ഏത് കോടതിയാണ് വിശ്വസിക്കുന്നത് ഈ കോൺക്രീറ്റ് ചെതലെടുത്തു എന്ന് പറഞ്ഞാൽ? അവരുടെ മുമ്പിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്തരം സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഹൈക്കോടതി അതിൽ വേറെ അന്വേഷണവും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല വിഷയം. ഇപ്പം ഈ വാജി വാഹനം വിറ്റോ എന്നാണ് രാജു പി നായർ ചോദിക്കുന്നത്. വാജി വാഹനം വിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? സ്വർണ്ണമുട്ടയിടുന്ന താറാവാത്. പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും വിൽക്കുവോ? കോടിക്കണക്കിന് രൂപ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിഹിതം അജയ് തറയിൽ കൊടുത്തിട്ടുണ്ട്, പ്രയാറിന് കൊടുത്തിട്ടുണ്ട്. കാരണം വാജി വാഹനം കൈമാറിക്കൂടാന്നുള്ളത് ഏറ്റവും വലിയ ആചാര സംരക്ഷണത്തിൻ്റെ ആളായിട്ട് നടന്ന ഒരാളാണല്ലോ പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ക്ഷേത്രതന്ത്ര സംശയമൊന്നും വായിക്കണ്ട. അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വാജി വാഹനം എന്ന് പറയുന്ന ഒരു സാധനം തന്ത്രിമാർക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് സാമാന്യ വിവരമുണ്ട്. അതുകൊണ്ടാണ് 2012 ദേവസ്വം ബോർഡ് ഇത് ചർച്ച ചെയ്തിട്ടാണ് മൂല്യ വസ്തുക്കൾ കൈമാറാൻ പാടില്ല. ദേവസ്വം ബോർഡിന്റെ അല്ല, ഞാൻ ഈ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ദയവായിട്ട് ഇത് അവസാന സമയമാണ്. കലക്കാൻ വേണ്ടി മാത്രം ചർച്ച വരരുത്. അത് നിങ്ങളുടെ ഒരു ശീലമാണ്. നിങ്ങൾ എത്ര അനാവശ്യ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇടപെട്ടോ? എന്തെല്ലാം മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. രാഘവനെ സാന്നിധ്യത്തിൽ ഇത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ ഒരംഗം 3 അംഗങ്ങളോടത്ത് 2 അംഗങ്ങൾ തീരുമാനിക്കുന്നതാണോ ഒരംഗം തീരുമാനിക്കുന്നതാണോ നടക്കുന്നത്? എന്നിട്ട് നിങ്ങൾ തന്ത്രികളിൽ നിന്ന് അനിച്ച വാങ്ങിച്ചിട്ട് ഇത് ചെതലെടുത്തു എന്ന് പറഞ്ഞ് വാജി വാഹനം കൊടുത്തത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനാ. നിങ്ങൾ ആദ്യത്തെ ഈ ശബരിമല പ്രശ്നത്തിന്റെ ഫസ്റ്റ് പാർട്ട് പോറ്റിയെ കയറ്റിയത് ആരെന്നാ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? 2004 രാമൻ നായർ കൊണ്ടുവന്ന പോറ്റി, 2007 ഗോവിന്ദൻ നായർ ഭാരവാഹിയാക്കിയ പോറ്റി, അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ പരികർമ്മിയാക്കിയ പോറ്റി, ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള പോറ്റി, ആ പോറ്റിയെ കയറ്റിയത് നിങ്ങളാണെന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അതിലിപ്പോൾ പിടുത്തമില്ല. ഇപ്പം നിങ്ങൾ രണ്ടാമത് ഇതിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോഴാണ് തന്ത്രിയിലേക്ക് എത്തിയപ്പോൾ തന്ത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ല. പിന്നെ വേഗമായിട്ട് പറയുക, എല്ലാവരും അന്വേഷിക്കട്ടെ, എല്ലാവരെയും പിടിക്കട്ടെ, ആര് പോകണ്ടെന്ന് പറഞ്ഞോ എന്നൊക്കെ പറയുകയാണ്. തന്ത്രിയാണ് ഇതിൻ്റെ കക്ഷി എന്നുള്ളത് ഇവിടെ മഹേഷ് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഓർമ്മ കാണും. മഹേഷ് പണിക്കരും ഞാനും മാസങ്ങളായിട്ട് ചർച്ചയിൽ, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ഞാൻ അന്ന് മുതൽ ഇത്രയും തെളിവ് വരാത്ത കാലത്ത് ഞാൻ വളരെ കൃത്യമായി തന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ആളാണ്. ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിന് വിപരീതമായി തന്ത്രി അവിടെ ആചാരം ലംഘിക്കുന്നു. ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ പ്രധാനമായിട്ട് ആരായിരിക്കണം? ദേവന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിയായിരിക്കണം. ആ തന്ത്രി ആചാരം ലംഘിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില IPS ഓഫീസർമാർ വിജിലൻസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുന്നതിന് ചിത്രം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ ആചാര സംരക്ഷണത്തിനായിട്ട് ഇവിടെ ആചാരം ലംഘിച്ചുവെന്നും ആചാര ലംഘനത്തിന് കൂട്ടുനിന്നും CPM-നെ ഉൾപ്പെടെ ആക്ഷേപിച്ചു കൊണ്ടുവന്ന BJPയും കോൺഗ്രസും ഇന്ന് ആചാര ലംഘനത്തിൻ്റെ അപ്പോസ്തലനായ
തന്ത്രിയെ, അതും എങ്ങനെയാണ്? ജനസമൂഹം, മനുഷ്യ സമൂഹം അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പ് മുഴുവൻ കൊണ്ടുവന്ന് ശബരിമലയെ സമർപ്പിക്കുക. ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജനങ്ങളെ ആകെ വഞ്ചിച്ചുകൊണ്ട് ശബരിമലയിൽ ഏത് സ്വത്തും കൊള്ളയത് കൊണ്ടുപോകാനും ആർക്കും കൊണ്ടുപോകാനും കൂട്ടുനിന്ന ആള് തന്ത്രിയാണ്. തന്ത്രിക്ക് കൂട്ടുനിന്നു തെളിയിക്കപ്പെട്ടത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ നിന്ന് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് അതിന്റെ ചെയർമാൻ കൊലപാതകത്തിന് CBI വരണമെന്ന് പറയുന്നത് പോലെ അജയ് തറയിൽ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ ആളാണ് ആദ്യം ഇറങ്ങി ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായിട്ട് പ്രതികരിച്ചത്. ഇപ്പൊ ആരാണ് അതിന്റെ കക്ഷിയായിട്ട് നിൽക്കുന്നത്? ഇനി അവർ പറയേണ്ടത് അവർക്ക് എന്തെല്ലാം വിഹിതം ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഈ നിമിഷം വരെയും PK ഗോപൻ അജയ് തറയിൽ പ്രതിയല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതിയല്ല, അങ്ങ് പറഞ്ഞ രാമൻ നായരോ അങ്ങ് പറഞ്ഞ ഗോവിന്ദൻ നായരോ പ്രതിയല്ല. ഒറ്റ ചോദ്യത്തിന് അവസരം തരൂ, ഒറ്റ ചോദ്യത്തിന് അവസരം തരൂ അദ്ദേഹത്തോട്. ജനാധിപത്യ വിശ്വാസിയായ പാനലിസ്റ്റാണ്. വെച്ചിട്ടാണ് ഇവർ കളിയെല്ലാം പറയുന്നത്. Debate with Dr. Arun Kumar.